ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പത്തനംതിട്ട കുമ്പഴയിൽ ലഹരി പരിശോധനയ്ക്കെത്തിയ സിവിൽ എക്സൈസ് ഓഫീസറുടെ കാലിൽ ലഹരി കേസ് പ്രതി കാർ കയറ്റി. ആക്രമണത്തിന് ശേഷം പ്രതികൾ കാറിൽ രക്ഷപ്പെട്ടു. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ ആനന്ദിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, എപ്പോഴായിരുന്നു സംഭവം? അരുൺ, അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. പത്തനംതിട്ട കുമ്പഴയിൽ അവിടെ ലഹരി പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള എക്സൈസ് സംഘം. അവിടെ ഈ കുമ്പഴയ്ക്ക് സമീപം സ്ഥിരമായി ലഹരി കൈമാറുന്നത് അവിടെ രഹസ്യ സന്ദേശം ഈ എക്സൈസ് ഓഫീസർമാർക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ നിരീക്ഷണം പതിവായിരുന്നു. ഇന്ന് 2 പേർ വാഹനത്തിൽ അവിടെ എത്തുകയും ലഹരി കൈമാറുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ അവർ മാറി നിൽക്കുകയായിരുന്നു. അത് കാണുകയും ചെയ്തു. പിടികൂടുന്നതിനായി അങ്ങോട്ടേക്ക് ചെന്ന സമയം കാറിൽ കയറി ഈ പ്രതികൾ ഉടനെ രക്ഷപ്പെട്ടു. ഇത് ബ്ലോക്ക് ചെയ്യാൻ എക്സൈസ് ഓഫീസർമാർ ശ്രമിച്ചു. പക്ഷേ ഈ പ്രതികൾ ഈ 2 പേർ ഈ കാറിൽ അവിടെ അമിത വേഗതയിൽ വാഹനമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ ഒരു എക്സൈസ് ഓഫീസറുടെ കാലിൽ കൂടി വാഹനത്തിന്റെ ടയർ കയറി. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഈ എക്സൈസ് ഓഫീസറെ എത്തിച്ചിട്ടുണ്ട്. 4 പേരടങ്ങിയ സംഘമാണ് ഈ പരിശോധനയ്ക്ക് എത്തിയത്. പ്രതികൾ 2 പേരും പത്തനംതിട്ട നഗരത്തിൽ തന്നെ ഉള്ളവരാണ്. അതിൽ ഒരാളുടെ പേര് പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി നസീബ് സുലൈമാൻ, മറ്റൊന്ന് സ്വദേശി ആസിഫ്. ഇവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഏതായാലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. എക്സൈസ് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസറെ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.